ഫ്രണ്ട്സ് ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന അറ്റൻഡർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. ഭരണഘടനയുടെ 368 വകുപ്പ് പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്തുവാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിന്. നിലവിലെ മൗലിക അവകാശങ്ങളുടെ എണ്ണം 6. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഏത് രാജ്യത്തു നിന്നാണ് എടുത്തത്? സോവിയറ്റ് യൂണിയൻ. അടുത്തത്, കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക അസമത്വത്തിനെതിരെ മിശ്രഭോജനം സംഘടിപ്പിച്ചത് സഹോദരൻ അയ്യപ്പൻ. ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേളപ്പൻ. കുളച്ചിൽ യുദ്ധം നടന്നത് 1741. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. 10ാമത്തെ ക്വസ്റ്റ്യൻ, സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓപ്ഷൻ ബി. 11ാമത്തെ ക്വസ്റ്റ്യൻ, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സംഘടന സ്ഥാപിച്ചത് സി. ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വന്ധ്യവയോഗി എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലി. 12 അരുണ ആസിഫ് അലി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചേരുംപടി ചേർക്കുക. 13ൻ്റെ ആൻസർ വരുന്നത് എ ആണ്. ചമ്പാരൻ സത്യാഗ്രഹം 1917. നിസ്സഹകരണ സമരം 1920. ഉപ്പ് സത്യാഗ്രഹം 1930. ക്വിറ്റ് ഇന്ത്യ സമരം 1942. ഏത് സംസ്ഥാനത്തിൻ്റെ തനത് കലാരൂപമാണ് കഥക്? ഉത്തർപ്രദേശ്. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1905 ഓഗസ്റ്റ് 7. 15ൻ്റെ ആൻസർ വരുന്നത് ബി. 16 ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിൻ്റെ വേദി റഷ്യ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം നവി മുംബൈ. താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റു പ്രതിപാദിച്ചിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, ഇവിടെയും ഇരുട്ടാണെന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയെക്കുറിച്ചാണ് നെഹ്റു പറഞ്ഞത്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് 1966 ജനുവരി 10 നിലവിൽ വന്ന താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത്? 19. ബി ആണ്, ഇന്ത്യയും പാകിസ്ഥാനും. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിന് ലേനക്കരാർ രൂപീകരിച്ചു. ഈ ലേനക്കരാറിൽ രൂപം നൽകിയ വ്യക്തികൾ ആരെല്ലാം? 20ൻ്റെ ആൻസർ വരുന്നത് സി ആണ്. 1ഉം 4ഉമാണ് വരുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഏത് വിദേശ രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ബൊക്കാറോയിലെ ഇരുമ്പുരുപ്പ് വ്യവസായശാല സ്ഥാപിതമായത്? 21ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്, സോവിയറ്റ് യൂണിയൻ. 22 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? 22ൻ്റെ ആൻസർ സി ആണ് വരുന്നത്. ബി. 22ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, ഗുൽസാരിലാൽ നന്ദ. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ശ്രീ ജ്ഞാനേഷ് കുമാർ. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ഷാജി എൻ കരുൺ. 24 ബി ആണ് വരുന്നത്. ഇന്ത്യയിൽ ഖാരിഫ്, റാബി, സയ്ദ് എന്നീ 3 കാർഷിക കാലങ്ങളാണുള്ളത്. ഈ കാർഷിക കാലങ്ങളുടെ സവിശേഷതകളാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. ഇവയിൽ ശരിയായവ കണ്ടെത്തുക. ഇവയെല്ലാം ശരിയാണെന്നുള്ളതാണ് ഓപ്ഷനായിട്ട് വരുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്നതാണ് ഖാരിഫ്. ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സയ്ദ്. ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് മുതലായ കാർഷികകാലമാണ് റാബി. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു. ചുവടെ തന്നിരിക്കുന്ന ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതെല്ലാം? 3ഉം 4ഉം എന്നുള്ളതാണ്. 26ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, 3ഉം 4ഉം എന്നുള്ളതാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായവ കണ്ടെത്തുക. 27ൻ്റെ ആൻസർ വരുന്നത് തെറ്റായിട്ടുള്ളത് ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. ഇന്ത്യയിൽ എക്കൽ മണ്ണ് ധാരാളമായി കാണപ്പെടുന്ന ഉത്തര മഹാസമുദ്ര പ്രദേശത്തിലാണ്. ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ഇവർ തന്നിരിക്കുന്ന ആൻസർ 27ൻ്റെത് ഡി ആണ്. ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിരകൾ ഏതെല്ലാം? 28ൻ്റെ ആൻസർ വരുന്നത് സി, ആരവല്ലി. ചുവടെ കൊടുത്തിരിക്കുന്ന ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. 29ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്, ഇവയെല്ലാം. 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാണ്? ഹർമൻപ്രീത് കൗർ. 30ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, ഹർമൻപ്രീത് കൗർ. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്? 31ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്, മോഹൻലാൽ. മുണ്ടകൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേര്? എൻ്റെ കേരളം എന്നും സുന്ദരം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികനാരാണ്? ശുഭാംശു ശുക്ല. 33ന് എ ആണ് ആൻസർ. 34 പശ്ചിമഘട്ട പർവ്വതനിരകൾ കേരളത്തിൻ്റെ ഏത് ദിക്കിൽ സ്ഥിതി ചെയ്യുന്നു? കിഴക്ക് ദിക്കിൽ സ്ഥിതി ചെയ്യുന്നു. നദികളും അവയുടെ ഉത്ഭവസ്ഥാനമാണ് ചുവടെ നിൽക്കുന്നത്. ഇവയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. 35 സി ആണ് തെറ്റായിട്ടുള്ളത്. 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത്, ബാക്കിയെല്ലാം ശരിയാണ്. ഓക്കെ.
ഓപ്ഷൻ സി ആണ് വരുന്നത്. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 36. ആൻസർ വരുന്നത് ഡി ആണ്. 1, 4 ശരിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ജലവൈദ്യുതിയാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയാണ്. 37 ബി ആണ്. 38 കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മേൽനോട്ടം വഹിക്കുന്ന സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും ചുവടെ കൊടുത്തിരിക്കുന്നു. ഓരോ സംരംഭത്തിൻ്റെ ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക. 38. ആൻസർ വരുന്നത് സി ആണ്. 1 സുഭോജനം, ശുചിത്വമുള്ളതും സംരക്ഷിതവുമായ ഭക്ഷണ വിതരണം ഉറപ്പാക്കുക. 2 ഡി ആണ്. ആശ്വാസ് വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സ. ഇനി ഞാൻ ഒഴുകട്ടെ, നീർച്ചാലുകളുടെ ജനകീയ വീണ്ടെടുപ്പ്, പച്ചത്തുരുത്ത് തരിശു സ്ഥലങ്ങൾ കണ്ടെത്തി സ്വാഭാവിക ജൈവ വൈവിധ്യ പ്രദേശങ്ങളാക്കി മാറ്റി സംരക്ഷിക്കുക. 39 ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് വന്യജീവി സങ്കേതത്തെക്കുറിച്ചുള്ളതാണെന്ന് കണ്ടെത്തുക. 39 ബി ആണ് വരുന്നത്. പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. മംഗളാദേവി ക്ഷേത്രം ഈ വന്യജീവി സങ്കേതത്തിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏത്? 40. ആൻസർ വന്നിരിക്കുന്നത് എ ആണ്, മത്തിയാണ്. 41 കേരളത്തിൽ റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകൾ ഏതെല്ലാം? 41. ആൻസർ വരുന്നത് ബി ആണ്, ഇടുക്കി, വയനാട്. 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരം ഏത്? 42 സഞ്ജു സാംസൺ. 42 ഏതാണ്? സഞ്ജു സാംസൺ. വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കുന്ന ജില്ലകൾ ഏതെല്ലാം? 43 സി ആണ് വരുന്നത്. 1, 2, 3 ആലപ്പുഴ, എറണാകുളം, കോട്ടയം. താഴെ പറഞ്ഞത് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 44. ആൻസർ വരുന്നത് സി ആണ്. 1, 3 ആണ്. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗം ഉൽപ്പാദിപ്പിക്കുന്ന ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത നിലയത്തിലാണ്. 45 താഴെ പറഞ്ഞത് ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? 45. ആൻസർ വരുന്നത് 1, 2 ആണ്. ശരിയല്ലാത്തത്, തെറ്റായിട്ടുള്ളത് 1, 2 ആണ്. ജ്ഞാനപീഠ പുരസ്കാരത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 46. ആൻസർ ബി ആണ്. 1 മാത്രമാണ് തെറ്റ്, ബാക്കിയെല്ലാം ശരിയാണ്. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആശാപൂർണ്ണ ദേവിയാണ്. ജ്ഞാനപീഠ പുരസ്കാരം മൂർത്തി ദേവി പുരസ്കാരം നേടിയ മലയാളിയാണ് അക്കത്തും അച്യുതൻ നമ്പൂതിരി. 47 താഴെ പറഞ്ഞത് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 47. ആൻസർ ബി ആണ്. 2, 3 ശരിയാണെന്നുള്ളതാണ്. 1999 കാർഗിൽ യുദ്ധകാലത്ത് വീരമൃത്യു വരിച്ച് രാജ്യം വീർചക്രം നൽകി ആദരിച്ച ധീരസൈനികനായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ ജെറി പ്രേംരാജ്. 1999 കാർഗിൽ യുദ്ധകാലത്തെ പ്രവർത്തനങ്ങൾക്ക് വീർചക്രം നൽകി രാജ്യം ആദരിച്ച ധീരസൈനികനായിരുന്നു എറണാകുളം സ്വദേശിയായ ആർ വിശ്വനാഥൻ. 48 2024 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ യഥാക്രമം പ്ലെയർ ഓഫ് ദി സീരീസ്, പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങൾ ആരെല്ലാം? 48. ആൻസർ വരുന്നത് എ ആണ്, ജസ്പ്രീത് ബുംറ, വിരാട് കോഹ്ലി. 49 2023 നൊബേൽ സമ്മാനം നേടിയവരുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. 49. ആൻസർ വരുന്നത് സി ആണ്. 1, 3 ശരിയായിട്ടുള്ളത്. യോൻ ഫോസസ് സാഹിത്യം, നോർവീജിയൻ നാടകകൃത്ത് ക്ലൗഡിയ ഗോൾഡിൻ. സാമ്പത്തിക ശാസ്ത്രം, US സാമ്പത്തിക ശാസ്ത്രജ്ഞ. ലോകത്തെ വലിയ സാമ്പത്തിക ശക്തികളുടെ കൂട്ടായ്മയായ G20യുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയല്ലാത്തവ കണ്ടെത്തുക. 50. ആൻസർ വരുന്നത് എ ആണ്. 2, 3 അധ്യക്ഷ സ്ഥാനം തെറ്റായിട്ടുള്ളതാണ്. ഇത് രണ്ടും. ആസ്ഥാനമില്ലെന്നുള്ളതാണ് മാത്രമാണ് ശരിയായിട്ടുള്ളത്. റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം. 51. ആൻസർ വരുന്നത് എ ആണ്, ഓപ്പറേഷൻ ഗംഗയാണ് വരുന്നത്. 52 കേരളത്തിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനകൾ 52 സി ആണ് വരുന്നത്. 2 മാത്രം. 2020 ഓഗസ്റ്റ് 6 ഇടുക്കി ജില്ലയിലെ പെട്ടിമുടിയിൽ ഉരുൾപൊട്ടലുണ്ടായി. 52 ആൻസർ വന്നിരിക്കുന്നത് ഏതാണ്? സി ആണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. 53 ചുവടെ പറഞ്ഞവരിൽ കായിക പ്രജനനം, ലൈംഗിക പ്രത്യുൽപാദനം എന്നീ 2 രീതിയിലും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യം ഏത്? 53 സി, മുരിങ്ങ. ഇത് പ്രൊവിഷണൽ ആൻസർ കീ ആണ്. ഇതിൽ ഉള്ള മിസ്റ്റേക്ക് ഫൈനൽ ആൻസർ കീയിൽ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. 54 ദഹനരസങ്ങളുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? 54 ബി ആണ് വരുന്നത്. 1, 3 ശരിയാണെന്നുള്ളതാണ് വരുന്നത്. കരൾ പിത്തരസം, ആഗ്നേയഗ്രന്ഥി, ആഗ്നേയരസം. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന കണാരോഗം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വൈറ്റമിൻ ഡി. ചില ആഹാര ബന്ധങ്ങൾ ചുവടെ ചേർക്കുന്നവയിൽ തെറ്റായത് കണ്ടെത്തുക. 56 ആൻസർ വരുന്നത് ബി ആണ് തെറ്റായിട്ടുള്ളത്, ബാക്കിയെല്ലാം ശരിയാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമായ മണ്ണുത്തി ഏത് ജില്ലയിലാണ്? 57 എ ആണ്, തൃശ്ശൂർ ജില്ല. പവിത്ര, അന്നപൂർണ എന്നിവ ഏത് വിളയുടെ സങ്കര ഇനം വിത്തുകളാണ്? 58 സി, നെല്ല്. കേരളത്തിൽ ഏത് വന്യജീവിയുടെ ആക്രമണത്തിലാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ജീവഹാനി നേരിട്ടിട്ടുള്ളത്? 59 എ, കാട്ടാന. ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവൻ
60ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, ലിയോ 14. 61 ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിനെതിരായി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷൻ്റെ പേര്. 61 ഡി ഓപ്പറേഷൻ സിന്ദൂർ. അലൂമിനിയത്തിൻ്റെ അയിരേത്. 62 എ ആണ്, ബോക്സൈറ്റ്. പ്രകാശം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏത്? 63 സി ആണ്, ശൂന്യത. അഗ്നിശമനികൾ ഉപയോഗിക്കുന്ന വാതകം ഏത്? 64 ബി ആണ് വരുന്നത്, കാർബൺ ഡയോക്സൈഡ്. ശബ്ദ തീവ്രത അളക്കുന്നതിന് ഏത് യൂണിറ്റിലാണ്? ഡെസിബൽ. 65 സി. 66 വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായി നിർമ്മിച്ച ഡാമുകളിൽ റിസർവോയറുകളിൽ ജലം സംഭരിച്ച് നിർത്തിയിരിക്കുന്നു. ഈ സംഭരണിയിലെ ജലത്തിൻ്റെ ഊർജം ഏത്? സ്ഥിതികോർജം. 66 ഡി ആണ് വരുന്നത്. 67 നാം കഴിച്ച ഭക്ഷണത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് ഡാഷിൽ വെച്ചാണ്. 67ൻ്റെ ആൻസർ വരുന്നത് ബി, ചെറുകുടലിൽ വെച്ച്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നതാണ് പ്രമേഹം. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് 68 ഡി. 70 to 110 mg/100 ml. സ്ത്രീ സുരക്ഷ ലക്ഷ്യമാക്കി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് 69 എ, നിർഭയ. നൽകിയിരിക്കുന്നവയിൽ വായുജന്യ രോഗങ്ങൾ ഏതെല്ലാം? 70ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്, ക്ഷയം, ചിക്കൻ പോക്സ്, എയ്ഡ്സ്, HIV ബാധിതരുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് അവയിൽ നിന്ന് തെറ്റായവ കണ്ടെത്തുക. 71ൻ്റെ ആൻസർ സി ആണ് വരുന്നത്, 1ഉം 4ഉം ആണ് തെറ്റായിട്ടുള്ളത്. HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധം HIV പകരാനിടയാക്കുന്നു. 71ൻ്റെ ആൻസർ ഇവർ പറഞ്ഞിരിക്കുന്നത് സി എന്നാണ്. ഇത് ശരിയായിട്ടുള്ളതാണ്. തെറ്റായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മിക്കവാറും ക്യാൻസലായി പോവേ. ഇത് ശരിയായിട്ടുള്ളതാണ് ഇവർ തന്നിരിക്കുന്നത്. 72 വവ്വാലുകളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാവുന്ന ഒരു രോഗം ഏത്? 72ൻ്റെ ആൻസർ തന്നിരിക്കുന്നത് എ ആണ്, 72 എ, നിപ്പ. 73 കുഷ്ഠരോഗം. കുട്ടികൾ രോഗാരംഭത്തിൽ തന്നെ കണ്ടെത്തി രോഗനിവാരണം വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച സർക്കാർ പദ്ധതിയാണ് ബാലമിത്ര. 73 ഡി ആണ് വരുന്നത്. 74 നമുക്ക് വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനാവശ്യമായ ഊർജ്ജം ഭക്ഷണത്തിലെ പോഷകഘടകങ്ങളായ ധാന്യത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. കൂടുതൽ ധാന്യം അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളാണ് അരി, ഗോതമ്പ്, കപ്പ. 74 എ. 75 കോവിഡ്-19യുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. 75ൻ്റെ ആൻസർ വരുന്നത് എ ആണ്, 1, 2, 3 ശരിയെന്നുള്ളതാണ് വരുന്നത്. കോവിഡ്-19 കാരണം കൊറോണ വൈറസാണ്. കോവിഷീൽഡ്, കോവാക്സിൻ എന്നീ വാക്സിനുകൾ ഈ രോഗത്തിനെതിരായി രോഗം വരുന്നത് തടയാൻ ഉപയോഗിച്ച വാക്സിനുകളാണ്. കോവിഡുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് RT-PCR. അടുത്തത് 1, 2, 3 ശരിയാണെന്നുള്ളതാണ്. 76 നൽകിയിരിക്കുന്നതിൽ നിന്ന് ഒറ്റപ്പെട്ടത് ഏഴ്. 76ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, ECG ആണ് ഒറ്റപ്പെട്ടത്. കൊഴുപ്പിൽ ലയിക്കാത്ത വൈറ്റമിൻ ഏത്? 77 എ, വൈറ്റമിൻ സി. മൂത്രാശങ്ക രോഗങ്ങളുടെ കാരണം 78 സി ആണ് വരുന്നത്. 1, 2, 3 ശരി. മൂത്രശങ്ക ഉണ്ടാകുമ്പോൾ മൂത്രം ഒഴിക്കാതെ, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാത്തത് മൂലം വൃത്തിശീലങ്ങളിലെ പോരായ്മ. 79 ഏറെ നാൾ മണ്ണിൽ കിടന്നാൽ പോലും നശിക്കാത്തതും ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയമായ അവയവങ്ങളാണ് പല്ലുകൾ. എന്നാൽ അവ വായ്ക്കുള്ളിൽ തന്നെ വെച്ച് തന്നെ നശിക്കുന്നതിന് കാരണക്കാർ ആരാണ്? 79ൻ്റെ ആൻസർ വരുന്നത് എ ആണ്, ബാക്ടീരിയകൾ. കൊതുകുജന്യ രോഗം, ശക്തമായ പനി, അസഹ്യമായ തലവേദന, കണ്ണുകൾക്ക് പിന്നിൽ വേദന, നെഞ്ചിലും മുഖത്തും ചുവന്ന പാടുകൾ, ഗുരുതരാവസ്ഥയിൽ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞ് മരണം സംഭവിച്ചേക്കാം. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പനിയുടെ ലക്ഷണങ്ങളാവിത്. പനി ഏത്? 80ൻ്റെ ആൻസർ വരുന്നത് സി ആണ്, ഡെങ്കിപ്പനി. 81 ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 11ആണ്. ടീച്ചറേയും കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 12ആയി. ടീച്ചറുടെ വയസ്സ് എത്ര? 81ൻ്റെ ആൻസർ വരുന്നത് 52. 82ാമത്തെ 5.25 ലിറ്റർ വെള്ളം 3/4 ലിറ്റർ കൊള്ളുന്ന കുപ്പികളിലാക്കണം. എത്ര കുപ്പി വേണം? 82ൻ്റെ ആൻസർ വരുന്നത് ബി, 7 കുപ്പി വേണം. 1 മുതൽ എത്ര ഒറ്റസംഖ്യകളുടെ തുകയാണ്? 2601. ബി, 26. മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 125 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 175 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ എത്ര സമയമെടുക്കും? 84ൻ്റെ ആൻസർ എ ആണ്, 12 സെക്കൻഡ്. ഇതിൻ്റെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയേക്കണേ, തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും. 3600ൻ്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര? 85ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, 45. ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് 3.25 ചതുരശ്ര മീറ്റർ ആണ്. ചതുരത്തിൻ്റെ നീളം 2.5 മീറ്റർ ആയാൽ വീതി എത്ര? 86ൻ്റെ ആൻസർ ബി ആണ്, 1.3 മീറ്റർ. 7, 3, 2, x എന്നീ അക്കങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു നാലക്ക സംഖ്യയെ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമെങ്കിൽ എക്സിൻ്റെ വില എന്ത്? 87ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്, 6. രണ്ട് സംഖ്യകളുടെ തുക 30ഉം ഏറ്റവും ചെറിയ പൊതുഗുണിതം 36ഉം ഏറ്റവും വലിയ പൊതുഗുണിതം 6ഉമാണ്. അവയുടെ വ്യുൽക്രമങ്ങളുടെ തുക എത്രയാണ്? 88ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്, 5/36. 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ ഗുണിച്ചാൽ ഗുണഫലത്തിൻ്റെ അവസാനത്തെ എത്ര അക്കങ്ങൾ 0 ആയിരിക്കും? 89. എ ആണ് വരുന്നത്, 2.
5,000 രൂപ വില മാർക്ക് ചെയ്ത് ഒരു ഗ്യാസ് സ്റ്റവ് 10% ഡിസ്കൗണ്ട് വിറ്റപ്പോൾ 20% ലാഭം കിട്ടിയെങ്കിൽ എത്ര രൂപയ്ക്കായിരിക്കും വാങ്ങിയത്? 90ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്, 3750. 15 - 4 + 8 × 3 + 5. 91ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്, 40. 92 1 1 2 3 5 8 13. അടുത്ത പദം ഏതാണ്? 92ൻ്റെ ആൻസർ വരുന്നത് എ ആണ്, 21. 93ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, 5225 കൂട്ടത്തിൽപ്പെടാത്തത്. 94 മനു ഒരു ക്യൂവിൽ നിന്നും 10ാമതും പിന്നിൽ നിന്ന് 12ാമതുമാണ്. ക്യൂവിലാകെ എത്ര പേരുണ്ട്? 94ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, 21 പേര്. ജോബിക്ക് 15 മിനിറ്റ് 1 കിലോമീറ്റർ നടക്കാൻ സാധിക്കുമെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ നടക്കാൻ സാധിക്കും? 95. സി ആണ് വരുന്നത്, 4. APU BRV CTW DUV ഈ ശ്രേണിയിൽ വരുന്ന അടുത്ത ക്രമം ഏത്? 96ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, EX5. 2 6 12 20 30. 97ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, 42. 98ൻ്റെ ആൻസർ വരുന്നത് ചുവടെ കൊടുത്തിരിക്കുന്നതിന് തുടർച്ചയായ 4 എണ്ണൽ സംഖ്യയുടെ തുകയാകാൻ സാധ്യതയുള്ളത് ബി ആണ്, 99. അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങിനേക്കാൾ 3 കുറവാണ്. 12 വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാകും. മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? 15. 99 100. തുടർച്ചയായ 3 ഒറ്റ സംഖ്യകളുടെ തുക 45 ഏറ്റവും വലിയ സംഖ്യ ഏത്? 17. ഉപകാരപ്രദങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ മാർക്ക് ചെയ്ത PDF വേണ്ടവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി, ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.